നമസ്കാരം, ഞാൻ ഡോക്ടർ ബിജി ബാഹുലയൻ, എറണാകുളം വെൽകെയർ ഹോസ്പിറ്റലിലെ സീനിയർ ന്യൂറോ സർജൻ. വേൾഡ് ബ്രെയിൻ ഡേ അഥവാ വേൾഡ് ന്യൂറോളജി ഡേയുമായി അനുബന്ധിച്ച് ഇന്ന് സാധാരണമായി കാണുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ കൂടെ ഈ ഡിസ്കഷനിൽ നിന്നുള്ളത് ഡോക്ടർ സജീഷ് എസ്.ആർ., സീനിയർ ന്യൂറോളജിസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വെൽകെയർ ഹോസ്പിറ്റൽ. ഡോക്ടർ സജീഷ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ന്യൂറോളജി ട്രെയിനിങ്ങിന് ശേഷം കഴിഞ്ഞ 25 വർഷമായി കേരളത്തിൽ ആക്റ്റീവായി ന്യൂറോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. രണ്ടാമതായി നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജേക്കബ് ചാക്കോ. അദ്ദേഹം ബാംഗ്ലൂരിലെ നിംഹാൻസിൽ നിന്നും ന്യൂറോളജി ട്രെയിനിങ്ങിന് ശേഷം കഴിഞ്ഞ 20 വർഷമായി കൊച്ചിയിൽ ആക്റ്റീവ് ന്യൂറോളജി പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടറാണ്. മൂന്നാമതായി ഡോക്ടർ ഹരികൃഷ്ണൻ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ന്യൂറോ സർജറി ട്രെയിനിങ്ങിന് ശേഷം ഞങ്ങളുടെ കൂടെ ന്യൂറോ സർജനായി വർക്ക് ചെയ്യുന്നു. ആദ്യമായി നമുക്ക് തലവേദനയെ പറ്റി ഡിസ്കസ് ചെയ്യാം. സർവ്വസാധാരണമായിട്ടുള്ള ഒരു രോഗമാണ് തലവേദന. ഇതിനെപ്പറ്റി ഡോക്ടർ സജീഷ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കും. തലവേദന വളരെ സാധാരണമായിട്ടുള്ള ഒരു രോഗലക്ഷണമാണ്. ഏകദേശം 40% ആൾക്കാർക്ക് സമൂഹത്തിൽ പല രീതിയിലുള്ള തലവേദനകൾ മൂലം നമുക്ക് വൈദ്യസഹായം തേടേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 10% ആൾക്കാർക്ക് മൈഗ്രെയിൻ തലവേദനയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു തലവേദനയാണ് നമുക്ക് കണക്കാക്കുന്നത്. ഈ തലവേദനകൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. പല്ലിൻ്റെ അസുഖം മൂലം ഡെൻ്റൽ ആബ്സസ്, ഡെൻ്റൽ കേരീസ് മുതലായ പ്രശ്നങ്ങൾ തലവേദനയിലേക്ക് അവസാനിക്കുന്നു. സൈനസുകളുടെ പ്രവർത്തന വൈകല്യം, സൈനസുകൾക്കകത്ത് മർദ്ദവ്യത്യാസം ഉണ്ടാകുക, ദ്രാവകം കെട്ടിക്കിടക്കുക, അണുബാധ ഉണ്ടാകുക മുതലായ സൈനസൈറ്റിസ്, ഇതൊരു തലവേദനയുടെ കാരണമാണ്. കൂടാതെ കണ്ണിൻ്റെ പ്രഷർ വർദ്ധിക്കുന്ന ഗ്ലോക്കോമ, അതും തലവേദന ഉണ്ടാക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തലച്ചോറും തലച്ചോറിന് പുറത്തുള്ള രക്തക്കൊഴലുകളുമായി ബന്ധപ്പെട്ട തലവേദനകളാണ്. അതിലേറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വൈദ്യസഹായം തേടുന്നതുമായിട്ടുള്ള തലവേദനയാണ് മൈഗ്രെയിൻ തലവേദന. മൈഗ്രെയിൻ തലവേദന നമ്മൾ ഏകദേശം ഒരു 10% ആൾക്കാരോളം സമൂഹത്തിൽ ഈ മൈഗ്രെയിൻ അനുഭവിക്കുന്നുണ്ട്. ഇത് വളരെ ഡിസേബിളിംഗ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ ലൈഫിനെ, ജീവിതത്തെ ബാധിക്കുന്ന ഒരു തലവേദനയാണ്. നമ്മുടെ പ്രവൃത്തിയെയും നമ്മുടെ ജോലിയെയും കുടുംബാന്തരീക്ഷത്തെയൊക്കെ ബാധിക്കുന്ന ഒരു തലവേദനയാണ് മൈഗ്രെയിൻ തലവേദന. ഡോക്ടർ സജീഷ്, മൈഗ്രെയിൻ തലവേദന മറ്റ് തലവേദനകളുമായി നമുക്ക് എങ്ങനെ വ്യത്യസ്തമായി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? സാധാരണഗതിയിൽ മൈഗ്രെയിൻ തലയുടെ ഒരു ഭാഗത്ത് മാത്രം കാണുന്ന, ഒരു സൈഡിൽ മാത്രം, ഒന്നുകിൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണുന്നത്. വിങ്ങുന്ന രീതിയിലുള്ള ഒരു തലവേദനയാണ് മൈഗ്രെയിൻ സാധാരണ കാണുന്നത്. ചിലപ്പം 2 സ്ഥലത്തേക്ക് അത് വ്യാപിക്കും. ഒരു സ്ഥലത്തുണ്ടായ ശേഷം തലയോട്ടിയുടെ മറ്റു വശത്തേക്ക് അത് വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതാണ്. പല ആൾക്കാർക്കും ഛർദിൽ അഥവാ മനം പുരട്ടൽ വരാൻ സാധ്യതയുണ്ട്. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഈ തലവേദന കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കൂടാതെ വെട്ടത്തേക്ക് നോക്കുന്നതും സൗണ്ട് കേൾക്കുന്നതും അരോചകമായിട്ട് തോന്നുക, യാത്ര ചെയ്താലും വെയിൽ കൊണ്ടു കഴിഞ്ഞാലും തലവേദന വരിക, തലവേദന തൊഴുന്നതിന് തൊട്ട് മുമ്പ് കണ്ണിന് കാഴ്ച വ്യത്യാസം, മങ്ങൽ, മിന്നൽ, ഒരു വശം കാണാത്ത അവസ്ഥ, മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും, മൈഗ്രെയിൻ വിത്ത് ഓറ. അങ്ങനെ പല രീതിയിലുള്ള മൈഗ്രെയിനുകളുണ്ട്. അന്നേരം ഇതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്ന മറ്റുള്ള തലവേദനകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളാണ് മൈഗ്രെയിൻ തലവേദനയ്ക്കുള്ളത്. ഭക്ഷണവുമായി മൈഗ്രെയിന് ബന്ധമുണ്ട്? ഭക്ഷണവുമായി 2 രീതിയിലുള്ള ബന്ധമാണ് മൈഗ്രെയിനുള്ളത്. ഒന്ന്, നമ്മൾ ഭക്ഷണ ക്രമീകരണം, തെറ്റുക, നമ്മുടെ സമയം തെറ്റിയുള്ള ആഹാര രീതികൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, അത് മൈഗ്രെയിനെ പ്രൊവോക്ക് ചെയ്യുന്നൊരു ഘടകമാണ്. കൂടാതെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് മൈഗ്രെയിൻ വരുത്താൻ സാധ്യതയുണ്ട്. പ്രധാനമുള്ള 5C, അത് 5 Cകൾ എന്നാണ് നമ്മളതിന് പറയുന്നത്. അത് ചീസ്, കോക്ക്, ചോക്ലേറ്റ്, സിട്രസ് ഫ്രൂട്ട്സ്, കോഫി. ഈ 5 കാര്യങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. മൈഗ്രെയിൻ വരുത്തിക്കാൻ സാധ്യതയുള്ള ഒരു ആഹാര പദാർത്ഥങ്ങളാണ്. കൂടാതെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കലർന്ന ചില്ലി ചിക്കൻ, ചൈനീസ് ആഹാര പദാർത്ഥങ്ങളും ഇത്തരത്തിൽ പെടുന്നതാണ്. ഈ ഭക്ഷണ രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളും ഒരേപോലല്ല. ചിലവർക്ക് കോഫി കുടിച്ചാൽ തലവേദന മാറാറുണ്ട്. അപ്പം നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റ് ഒരു ഹിസ്റ്ററി എടുക്കുമ്പം അവരോട് ആദ്യം ചോദിക്കുന്നത് എന്തൊക്കെയാണ് സാധാരണ അവർക്കുള്ളത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഇന്ന ഫുഡ് കഴിക്കുക, അങ്ങനെ അവർ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള തലവേദന ഉള്ള ഒരാളോട് ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ട്രിഗേഴ്സ്. അപ്പോൾ ഈ പലപ്പോഴും അവരോടൊന്ന് ചോദിക്കുമ്പോൾ അറിയാം, ചിലവർക്ക് കോഫി ആയിരിക്കാം, ഡോക്ടർ സജീഷ് പറഞ്ഞ പോലെ ചിലർക്ക് ചീസ് ആയിരിക്കാം. അപ്പോൾ യൂഷ്വലി നമ്മൾ അവരോടൊന്ന് ഈ ട്രിഗേഴ്സ് എന്താണ് അത് അവോയ്ഡ് ചെയ്യുകയാണെന്ന് നമ്മൾ പറയാറുള്ളത്. ഡോക്ടർ സജീഷ്, പാരമ്പര്യമായിട്ട് മൈഗ്രെയിൻ വരാൻ, അല്ലെ തലവേദന വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ താങ്കൾക്ക് പറയാനുള്ളത്?
പാരമ്പര്യ ഘടകങ്ങൾ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ. പാരമ്പര്യ ഘടകങ്ങൾ കൂടാതെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമുക്ക് ചുറ്റുമുള്ള ഫാക്ടേഴ്സ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതചര്യയിലുള്ള വ്യത്യാസങ്ങൾ, ഇത് മൂന്നും കൂടെ കലർന്നിട്ടാണ് മൈഗ്രെയിൻ്റെ ഒരു പ്രധാനമായിട്ട് വരുത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നീങ്ങുന്നത്. പാരമ്പര്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ചില ഡിസീസ്, ചില രോഗങ്ങൾ തുടങ്ങുന്നത് തന്നെ ചിലപ്പോൾ മൈഗ്രെയിനിലൂടെ ആയിരിക്കാം. ഉദാഹരണത്തിന് 20 വയസ്സപ്പോൾ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുന്ന കണ്ടീഷൻ തുടങ്ങുന്നു. എന്ന് വെച്ചാൽ കാഴ്ച വ്യത്യാസം വന്നതിന് ശേഷമുള്ള തലവേദന, അത് ഛർദ്ദിച്ചിട്ട് മാറുന്നു. അത് കഴിഞ്ഞൊരു 30 വയസ്സൊക്കെ ആകുമ്പം ഈ കാഴ്ച വ്യത്യാസം ഇല്ലാതെ തലവേദന വന്നിട്ട് ഛർദ്ദിച്ച്, മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കാഴ്ച വ്യത്യാസം കാണാതെ. 40 വയസ്സിലേക്ക് കഴിയുമ്പോൾ അവർക്ക് പല തവണ സ്ട്രോക്കുകൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ കടവ് മൂലവും രക്തസ്രാവം മൂലമൊക്കെ ഉള്ള സ്ട്രോക്കുകൾ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും 50 വയസ്സാകുമ്പം ഓർമ്മശക്തിയും നമ്മുടെ ജീവിതചര്യകൾ സ്വയം നിർണ്ണയിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, ഡിമെൻഷ്യ എന്ന് നമ്മൾ പറയാം, ആ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയും 60 വയസ്സില്ല മരണം സംഭവിക്കുന്ന കഡാസിൽ എന്നൊക്കെ പറയുന്ന ചില രോഗാവസ്ഥയുടെ തുടക്കം മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ഡിസീസിലാണ്. അന്നേരം അതൊക്കെ മ്യൂട്ടേഷൻ നോച്ച് 3 എന്നൊക്കെ പറഞ്ഞ ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലമാണത് സംഭവിക്കുന്നത്. അതുകൂടാതെ തന്നെ പല തലവേദനകളും ചില ഈ പോളിമോർഫിസം, ജനറ്റിക് പോളിമോർഫിസം എന്ന് പറയുന്ന കണ്ടീഷൻസിൽ പലതിലും ഈ തലവേദന പ്രൊവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഡിസീസുകളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട്. ഇത് ഒരു കാര്യം കൂടി പറയാം. ഒരാൾക്ക് 4-5 പെയിൻ കില്ലർ ഒരു മാസത്തിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് അവർക്ക് മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള ഒരു പ്രൊഫിലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഒരു ഡോക്ടറെ കണ്ട് അതിന് അനുയോജ്യമായ ഒരു എടുക്കേണ്ടത് നല്ലതാണ്. ഈ മരുന്നിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് യൂഷ്വലി ഒരു 2-3 മാസം എടുക്കും. 3 മാസം കഴിഞ്ഞിട്ടും ഇത് മാറിയില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഒന്നുകിൽ മരുന്ന് മാറ്റുക അല്ലെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സകൾ നോക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ മൈഗ്രെയിൻ ആണ് നമ്മുടെ ഡയഗ്നോസിസ് എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ജീവിതശൈലിയിലുള്ള ഇതാണ്. ഒന്ന് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക. നേരത്തെ പറഞ്ഞു ഫുഡ് കഴിക്കാത്ത തലവേദന വരാം. അതുപോലെ ഉറക്കം, ഈ അനാവശ്യമായ സ്ട്രെസ് എടുക്കാതിരിക്കുക, എക്സസൈസ് വളരെ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു മൈഗ്രെയിൻ ഒരു 60% മരുന്നില്ലാതെ നമുക്ക് ഈ ജീവിതശൈലി കൊണ്ട് തന്നെ നമുക്ക് മാറ്റാം. പക്ഷേ നിങ്ങൾ ആദ്യം ഒരു പേഷ്യൻ്റ് എന്ന രീതിയിൽ ഇത് മൈഗ്രെയിൻ ആണെന്ന് നിങ്ങൾ നിങ്ങളുടെ ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് അത് ഉറപ്പിക്കണം. അതിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മളിതുവരെ ചർച്ച ചെയ്ത മൈഗ്രെയിനെ പറ്റി സംസാരിക്കുമ്പം 2 തരം ട്രീറ്റ്മെൻറ്റുകൾ ആണ് ഇതിനകത്തുള്ള മൈഗ്രെയിൻ. ഒന്ന് പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ്, വെച്ചാൽ വരുന്ന തലവേദനയുടെ ശക്തിയും കാഠിന്യവും ദൈർഘ്യവും കാലക്രമേണ കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്ന്. ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ചിലപ്പോൾ മരുന്നിൻ്റെ പ്രവർത്തനത്തെ കവച്ചു വെച്ചുകൊണ്ട് നമുക്ക് മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അബോർട്ടീവ് മെഡിക്കേഷൻ, വന്നതിനെ മാറ്റാനുള്ള മരുന്ന്, ഇതാണ് 2 പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. ഒന്ന് വരുന്നത് തടയാനുള്ള മരുന്ന്, വന്നതിനെ മാറ്റാനുള്ള മരുന്ന്. ഇത് മൈഗ്രെയിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള തലവേദനകളായ ക്ലസ്റ്റർ ഹെഡേക്ക്, പാരോക്സിമൽ ഹെമിക്രൈനൽ ഹെഡേക്ക്, ഷോർട്ട് ലാസ്റ്റിംഗ് ന്യൂറാൾജി ഫോം ഹെഡേക്ക്, അങ്ങനെ വളരെ നീണ്ട ഒരു ലിസ്റ്റുണ്ട് അനുബന്ധ തലവേദനകൾ. അന്നേരം ഈ തലവേദനകൾ പ്രധാനമായിട്ട് ഈ 2 ടൈപ്പ് ചികിത്സകളാണ്. ഒന്ന് തടയാൻ വേണ്ടിയുള്ള പ്രിവെൻഷന് വേണ്ടിയുള്ള മരുന്ന് നമ്മൾ പ്രായോഗികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതിൻ്റെ എണ്ണവും ശക്തിയും കാഠിന്യവും കുറയ്ക്കുകയും വരുമ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അതിൻ്റെ സൈഡ് എഫക്റ്റുകളും അതിൻ്റെ മറ്റുള്ള പ്രശ്നങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നത് പ്രൊഫൈലാക്റ്റിക് മെഡിക്കേഷനുകളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മരുന്ന് കഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തലവേദനയില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നിർത്തുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട്. വീണ്ടും തലവേദന കുറച്ച് വന്നിട്ട് വീണ്ടും അങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അത് നമ്മുടെ ചികിത്സയെ ബാധിക്കുന്നു. രോഗിയുടെ ആ മൈഗ്രെയിൻ്റെ ആ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന എവല്യൂഷനെ തന്നെ ബാധിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയും പിന്നീട് തുടർന്നുമുള്ള ചികിത്സകൾ. അന്നേരം തുടർച്ചയായിട്ടുള്ള പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ്, അത് നേരത്തെ ഡോക്ടർ ജേക്കബ് പറഞ്ഞ കണക്ക് തന്നെ ഇപ്പം വർഷത്തിലൊരു മൈഗ്രെയിൻ വരികയാണെങ്കിൽ നമുക്ക് പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തുടർച്ചയായിട്ട് ദിവസം 2-3 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ വരികയാണ്, മാസത്തിൽ 5-6 തവണ വരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോലി, നമ്മൾ ഏർപ്പെടുന്ന ജോലി, ഒരു പൈലറ്റിനെ സംബന്ധിച്ച്, ഒരു വിമാനം പറത്തുന്ന ഒരു പൈലറ്റിനെ സംബന്ധിച്ച് ഒരു തലവേദന പോലും അപകടകരമായിട്ട് മാറും. പ്രത്യേകിച്ചും ഈ കാഴ്ച വ്യത്യാസം വരുന്ന തലവേദന വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കൺസോൾ കാണാനൊക്കുകയും ഒരുപാട് ആൾക്കാരുടെ ജീവന് അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരവസ്ഥ. അതിന് അത്തരം കണ്ടീഷൻ നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് നമുക്ക് വരുന്ന എണ്ണത്തിനനുസരിച്ചാണ് ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തീരുമാനിക്കുക, ഏത് തരം ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. പിന്നെ രോഗാവസ്ഥ അനുസരിച്ചും മറ്റുള്ള രോഗങ്ങളുടെ സാന്നിധ്യം അനുസരിച്ചുമാണ് ഏത് തരം പ്രൊഫൈലാക്റ്റിക് മെഡിക്കേഷനാണ് നമുക്ക് മൈഗ്രെയിനിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഈ മൈഗ്രെയിൻ ഒരു ക്രോണിക് ഡിസീസാണെന്ന് ഡോക്ടർ സജീഷ് പറഞ്ഞു. അത് ഇപ്പോൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരുമോ ഈ പേഷ്യൻസിന്?
നമ്മൾ ഈ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മൈഗ്രെയിൻ എന്ന് വെച്ചാൽ നമുക്ക് ഡിസീസിനേക്കാൾ ഒരു ഡിസോർഡർ ആണ് നമുക്ക് പറയാൻ കഴിയും. ഇതൊരു രോഗാവസ്ഥയൊക്കെ ഒരു വ്യതിയാനമാണ്. നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകളുടെ പ്രവർത്തന വൈകല്യം, ആകസ്മികമായിട്ടുള്ള അതിൻ്റെ സങ്കോച വികാസം മൂലമുള്ള ഒരു തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അന്നേരം ഇതൊരു ഏകദേശം ഒരു നമ്മുടെ ഒരു ടീനേജ് പ്രായത്തിൽ 10, 14, 15 വയസ്സുള്ള സമയത്താണ് സാധാരണഗതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 10, 45, 50 വയസ്സോളം ഇതിൻ്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. ചിലപ്പോൾ അത് നീണ്ടു നിൽക്കാം, 10, 60 വയസ്സിന് വരെയും 10, 65 വയസ്സ് വരെയൊക്കെ നീണ്ടു നിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ വരുന്നതിന് എണ്ണം, ശക്തി, കാഠിന്യമൊക്കെ വ്യത്യസ്തമായിരിക്കും ഓരോ ഏജ് ഗ്രൂപ്പിലും. അന്നേരം ഇതൊരു ഒരു ക്രോണിക് ഡിസീസ് എന്നതിനേക്കാൾ ഒരു ഡിസോർഡർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അന്നേരം ഇത് തുടർച്ചയായിട്ട് ഇതിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പ്രതിപാദിച്ച കണക്ക് വളരെയേറെ ഫ്രീക്വൻസി കുറഞ്ഞ എണ്ണം കുറഞ്ഞ വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു തലവേദനയാണെങ്കിൽ അതിന് തുടർച്ചയായിട്ടുള്ള പ്രൊഫൈലാറ്റിക് മെഡിക്കേഷൻസിൻ്റെ ആവശ്യമില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലി വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കൺട്രോൾ വേണം. മൈഗ്രെയിൻ്റെ ഈ തലവേദന വരാത്തൊരവസ്ഥ സൃഷ്ടിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. ഇത്തരം കണ്ടീഷനുകളിൽ, ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഈ പ്രൊഫൈലാക്റ്റിക് മെഡിക്കേഷൻ വളരെയേറെ പ്രാധാന്യപ്പെട്ടതാണ്. ഈ മൈഗ്രെയിനുമായിട്ടുള്ള അനുബന്ധ തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ പലതവണ അത് വരും. തലയുടെ ഒരു വശത്ത് മാത്രമാണ് അത്, ഒരു വശത്ത് മാത്രമായിട്ട് നിൽക്കും. അത് മറ്റു വശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യത്തില്ല ക്ലസ്റ്റർ ഹെഡേക്ക്. രാത്രിയിൽ അത് ഉറക്കത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലും അത് മെയിൽസിലാണ് കാണുന്നത്, കുറച്ചുകൂടെ എൽഡർലി പോപ്പുലേഷനിലായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് വന്ന ഒരു പ്രത്യേക സമയത്ത് രാവിലെ 8 മണിക്ക് കഴിഞ്ഞാൽ നാളെ രാവിലെ ഒരു അലാം വെച്ച കണക്ക് നാളെ രാവിലെ അതേ സമയത്ത് തന്നെ വരാനും, ഒരു ക്ലസ്റ്റർ പല തവണ വരാനും, അതുകൊണ്ടാണ് നമ്മൾ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇത്തരം തലവേദനയ്ക്കും പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അബോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ഹൈപ്പർ ബാരിക് ഓക്സിജനാണ്. ടാബ്ലറ്റുകളെക്കാളും നമ്മൾ 100% ഓക്സിജൻ, ഹൈ ഫ്ലോ ഓക്സിജൻ, ഒരു 10 ലിറ്റർ പെർ മിനിറ്റ് ഫോർ 10 മിനിറ്റ്സ് അത് നമ്മൾ മാസ്ക് വെച്ച് കൊടുത്തിട്ടാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. അത് ഡയഗ്നോസിസുമാണ്, ഒരു ട്രീറ്റ്മെൻറ്റുമാണ് ഹൈപ്പർ ബാരിക് ഓക്സിജൻ. മൈഗ്രെയിനെ പറ്റി എന്തായാലും സജീഷ് നന്നായിട്ട് നമുക്ക് വളരെ വ്യക്തമായി അതിനെപ്പറ്റി പറഞ്ഞു. അപ്പം ഇനി ജേക്കബിനോട് ചോദിക്കാനുള്ളത്, ഈ തലവേദന മൈഗ്രെയിൻ അല്ലാതെയുള്ള അപകടം പിടിച്ച ചില തലവേദനകളുണ്ടല്ലോ. മൈഗ്രെയിൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എങ്കിൽ അപകടം പിടിച്ച തലവേദന, അതായത് തലച്ചോറിനകത്ത് എന്തെങ്കിലും സാരമായിട്ടുള്ള അസുഖമുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തലവേദന ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? തലവേദന ഉള്ള ഒരു പേഷ്യൻ്റ് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ന്യൂറോളജിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു നല്ല ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ആദ്യം നമ്മൾ ചോദിക്കേണ്ട, എത്ര നാളായിട്ട്, എത്ര വർഷങ്ങളായിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഒരേപോലെ ഉണ്ടായിരുന്ന തലവേദനയാണോ, അതിൽ നേരത്തെ നമ്മൾ ഡോക്ടർ സജീഷ് പോലെ എന്താണ് ട്രിഗർ, ഇതെങ്ങനെയാണ് വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ മൈഗ്രെയിൻ തലവേദന ഇങ്ങനെ പതുക്കെ കൂടി, അവർ പലരും പറയും തുടക്കത്തിൽ ഇങ്ങനെ കുറേശ്ശെ കൂടി വന്ന് അത് കൂടി പിന്നെ ഛർദിലായി മാറുക. അപ്പോൾ അങ്ങനെ ഒരു സിംറ്റം അവർ സാധാരണ പറയുന്നതായിരിക്കും. ഈ മറ്റുള്ള തലവേദനകൾ നമ്മൾ ഒന്ന് പൊടുന്നതിനുള്ള തലവേദന, അതായത് തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്നാണ് നമ്മളത് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഈ നമ്മുടെ ഈ ബ്രെയിനിലുള്ള ഡോക്ടർ സജീഷ് പറഞ്ഞുള്ള രക്തക്കുഴൽ പൊട്ടുക, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. അപ്പം ഈ പൊടുന്നതിനുള്ള തലവേദന, പിന്നെ ഏർലി മോർണിംഗ് ആയിട്ട് നമുക്ക് തലവേദന വരിക, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലവേദന വരിക, പിന്നെ സാധാരണ ഉണ്ടായിരുന്ന തലവേദനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരിക. അപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒറയുള്ള തലവേദനയുണ്ട്. അപ്പോൾ ഈ ഒറ ഒന്നും ഇല്ലാത്ത തലവേദനയായിരുന്നു പെട്ടെന്ന് പൊടുന്നതിനെ ഇങ്ങനെ ഒറയുള്ള തലവേദന വരിക. ഇങ്ങനെയുള്ള തലവേദനകൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് ആ പേഷ്യൻറ്റിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ഈ ഹിസ്റ്ററി എടുക്കണം, അവർക്ക് വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പം കാരണം പല കാരണങ്ങളും നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ പ്രൈമറി അല്ലാതെ സെക്കൻഡറി കാരണങ്ങളുണ്ടാവും. അതായത് ചിലപ്പോൾ ജലദോഷമാകാം, ചിലപ്പോൾ പല്ലുവേദനയായിരിക്കാം, ഇയർ പെയിൻ, ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്ന തലവേദനയായിട്ടേക്കാം. അപ്പം ഈ ഹിസ്റ്ററി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുക, അതൊന്ന് എക്സാമിൻ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഒഫ്താൽമോസ്കോപ്പ് കൊണ്ട് ബ്രെയിനിൻ്റെ ഒരു പ്രഷർ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഫണ്ടസ് എക്സാമിനേഷൻ ചെയ്യും. പിന്നെ നമ്മളൊരു ന്യൂറോളജിക്കൽ ഒരു എക്സാം ചെയ്യും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, ഇത് ഇൻവെസ്റ്റിഗേഷൻ വേണോ. അപ്പം സഡൻ വ്യത്യാസമുള്ള തലവേദനകൾ നമ്മൾ എന്തായാലും ഒരു ഇമേജിങ് നമ്മൾ ചെയ്യും. പക്ഷേ സ്ഥിരമായിട്ട് തലവേദനയുണ്ട്, നമ്മൾ കുറേ നാളായിട്ടുള്ള തലവേദനയുണ്ട്, അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, ഇത് ഇത്രയും നാളുണ്ട്, ഇതിൽ വലിയ വ്യത്യാസമില്ലെങ്കിൽ നിങ്ങൾ മൈഗ്രെയിൻ നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വ്യത്യാസമുണ്ടോ, അതെല്ലാം നമ്മൾ അന്വേഷിച്ചിട്ട് അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. ഡോക്ടർ ജേക്കബ്, നമ്മളിപ്പോൾ തലവേദന പല തരത്തിലുണ്ടെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. എങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള തലവേദന വരുമ്പോഴാണ് തീർച്ചയായും ഒരു രോഗി ഡോക്ടറിനെ കാണേണ്ടത്? ഇത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു രോഗിക്ക് ഇപ്പോൾ തലവേദനയുണ്ട്, അവരുടെ സ്ഥിരം തലവേദനയിൽ നിന്ന് വ്യത്യസ്തമായി തലവേദന വരിക, അത് എന്തായാലും
നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. രണ്ടാമത്, ഈ തലവേദന, അതിശക്തമായ തലവേദന, അതായത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ വരാത്ത ഒരു തലവേദന, അതായത് നമ്മൾ പറയുന്ന തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, അങ്ങനെയുള്ള തലവേദനയ്ക്കും നമ്മൾ ഉടനടി ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട്, നമ്മൾ ഈ തലവേദനയ്ക്ക് വരുന്ന സമയത്ത് കാഴ്ച മങ്ങിപ്പോവുക, ഒരു വശം തളർന്നു പോവുക, നടക്കാൻ വേച്ചു പോവുക, അങ്ങനെയുള്ളതെല്ലാം മിക്കവാറും ഒരു സ്ട്രോക്ക് സംബന്ധമായുള്ള ഒരു തലവേദന ആകാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് എക്സസൈസ് അല്ലെങ്കിൽ എക്സേർഷണൽ തലവേദനകളുണ്ട്. അതായത് ചിലവരിങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ പൊടുന്നതിനുള്ള തലവേദന, ലൈംഗിക ബന്ധം, എസ്പെഷ്യലി സ്ത്രീകളിലൊക്കെ രതിമൂർച്ചയിൽ ഉണ്ടാകുന്ന തലവേദന, ഇത് ഈ അന്യൂറിസം പോലുള്ള ബ്ലീഡിന്റെ ഒരു കാരണം കൊണ്ട് ഇങ്ങനെ വരാം. അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ ഒരു ന്യൂറോളജിസ്റ്റിനെ അല്ലെങ്കിൽ ന്യൂറോ സർജനെ കണ്ടിരിക്കണം. ഡോക്ടർ ഹരി, ഒരു ന്യൂറോ സർജൻ എന്ന നിലയിൽ ഏത് തരം തലവേദനകളാണ് ശസ്ത്രക്രിയാപരമായിട്ട് താങ്കൾ പ്രാധാന്യം നൽകുന്നത്? ന്യൂറോ സർജൻ എന്ന നിലയിൽ പ്രധാനമായും 3 തരം തലവേദനകളാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. ഒന്ന്, ബ്രെയിനിൽ വരുന്ന ബ്രെയിൻ ട്യൂമേഴ്സ്, ആർബുദം. പിന്നെ രണ്ടാമത് അന്യൂറിസം റപ്ചർ, അതായത് തലച്ചോറിലെ രക്തക്കുഴലുകളിൽ വരുന്ന കുമിളകൾ പൊട്ടിയിട്ട് സബറക്കനോയിഡ് സ്പേസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന രക്തസ്രാവങ്ങൾ. പിന്നെ അതുകൂടാണ്ട് തന്നെ ഈ BP, ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ബ്രെയിനകത്തെ, തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് വരുന്ന രക്തസ്രാവങ്ങൾ. ഈ 3 കണ്ടീഷനാണ് പ്രധാനമായൊരു ന്യൂറോസർജിക്കൽ, തലവേദനയുടെ ന്യൂറോസർജിക്കലായിട്ടുള്ള കോഴ്സ്. ഒരു ന്യൂറോ സർജൻ്റെ കയ്യിൽ വരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന 3 കാരണങ്ങളാണ് ഡോക്ടർ ഹരി പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അത് എത്രയും എമർജൻസി ആയിട്ട് ചെയ്യേണ്ട 2 കാരണങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, അന്യൂറിസ്മൽ ബ്ലീഡ്, തലച്ചോറിലുള്ള രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനാണ് അന്യൂറിസ്മൽ ബ്ലീഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ എമർജൻസിയായി ഞങ്ങൾ ചെയ്യുന്ന ഒരു CT സ്കാൻ എടുക്കുക എന്നുള്ളതാണ്. CT സ്കാൻ എടുത്തിട്ട് CT ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റ് എടുക്കുന്നു. ഈ അന്യൂറിസം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം 2 തരത്തിലുള്ള ചികിത്സയാണ് ഇതിനുള്ളത്. ഒന്ന്, തലയോട്ടി തുറന്ന് ഈ അന്യൂറിസം എവിടെയാണെങ്കിൽ അവിടെ ഒരു ക്ലിപ്പ് അപ്ലൈ ചെയ്ത് ആ അന്യൂറിസത്തിനെ ഒക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എൻഡോവാസ്കുലർ തെറാപ്പി. അത് ഡോക്ടർ സജീഷ് അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. അതിനെപ്പറ്റി അദ്ദേഹം പറയാം. ഡോക്ടർ സജീഷ്, എൻഡോവാസ്കുലറിനെ പറ്റി ഒരു 2 വാക്ക് സംസാരിക്കും. ഈ തലച്ചോറിലുള്ള ഈ സബറക്നോഡ് ഹെമറേജ്, സബറക്നോഡ് സ്പേസിലേക്ക് നമ്മുടെ തലച്ചോറിന് പുറത്തുള്ള രക്തക്കുഴലുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് സബറക്നോഡ് സ്പേസ്. അതിനകത്ത് നമ്മുടെ ബലൂണിനകത്ത് ചില ഭാഗങ്ങളിൽ ഇങ്ങനെ നേർമയായിട്ട് കാണുന്നത് പോലെ രക്തക്കുഴലുകളുടെ വാളിന് അല്ലെങ്കിൽ അതിൻ്റെ ഭിത്തിക്ക് ശക്തി കുറഞ്ഞിട്ട് കുമിളകൾ പോലെ വരുന്ന ഒരവസ്ഥയാണ് അന്യൂറിസം എന്ന് പറയുന്നത്. അന്നേരം പലപ്പോഴും കാലക്രമേണ ഈ അന്യൂറിസങ്ങൾ വലുതാകുകയും അത് ചെറുതായിട്ട് പൊട്ടിയിട്ട് ബ്ലഡ് ഈ സബറക്നോഡ് സ്പേസിലേക്ക് വീഴുന്നത്, അതാണ് സബറക്നോഡ് ഹെമറേജ്. ഒരു 50% ആൾക്കാർക്ക് പെടുന്നതിനെ തന്നെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ സബറക്നോഡ് ഹെമറേജ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു 30% ആൾക്കാർക്ക് അടുത്ത കുറച്ച് മണിക്കൂറുകൾ, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും റീബ്ലീഡ് വരാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ് സബറക്നോഡ്. അതിന് വളരെയേറെ രോഗിയുടെ ജീവനെ ഹനിക്കുന്ന ഒരവസ്ഥയാണ് സബറക്നോഡ് ഹെമറേജ്. ഇതിന് 2 രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒരെണ്ണം ശസ്ത്രക്രിയയെപ്പറ്റി ഡോക്ടർ ബിജി സംസാരിക്കുന്നതായിരിക്കും. കൂടാതെ എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റ്, നമ്മൾ രക്തക്കുഴലുകളിൽ കൂടെ കടന്ന് നമ്മുടെ തുടയിലുള്ള ഫിമറൽ ആർട്ടറി ധമനിയിലൂടെ കടന്ന് തലച്ചോറിലെ രക്തക്കുഴലുകളിലെത്തി അകത്തൂടെ പോയി, രക്തക്കുഴലുകൾ അകത്തൂടെ പോയിട്ട് ഈ കോയിലുകൾ ഉപയോഗിച്ച് ഇതിനെ അടയ്ക്കുന്ന രീതിയാണ് എൻഡോവാസ്കുലർ കോയിലിംഗ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അന്നേരം അതിന് കൂടുതൽ മോർബിഡിറ്റി എന്ന് വെച്ചാൽ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും. പക്ഷേ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണത്. പൊതുവേ അതിന് സർജിക്കൽ മോർബിഡിറ്റി കുറവായിരിക്കും. പിന്നെ നമുക്ക് കൂടുതൽ ബ്രെയിൻ ഡാമേജ് ആക്കാതെ ആ രക്തക്കുഴലിൽ അടഞ്ഞ ഭാഗം, പൊട്ടിയ ഭാഗം അടയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും കോയിലിംഗ് വഴി. ഇതിന് എൻഡോവാസ്കുലർ കോയിലിംഗ് എന്ന് പറയും. ഇപ്പോൾ കുമിളകൾ വന്ന് അന്യൂറിസം വന്ന് പൊട്ടി പലപ്പോൾ പേഷ്യൻ്റ് എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ അതിനെപ്പറ്റി എന്താ പറയുന്നത്? ആരൊക്കെ ഇത് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇതിന് മുമ്പേ നമുക്കിത് അറിയാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഈ നമുക്ക് അന്യൂറിസം, ഉദാഹരണത്തിന് ഇപ്പം ഫാമിലി ഹിസ്റ്ററി, അന്യൂറിസത്തിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ള മറ്റുള്ള ബന്ധുക്കൾക്ക് വരിക, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പല കണ്ടീഷൻസിലും
പല സിസ്റ്റമിക് ഡിസീസുകളിലും ഈ അനൂറിസം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം ബൈകസ്പിഡ് അയോർട്ടിക് വാൽവ് മുതലായ കണ്ടീഷൻസിലാണ്, പിന്നെ ഫൈബ്രോമസ്കുലർ ഡിസ്പ്ലേസിയ, പല ഡിസീസുകളുമായിട്ട് ഇത് ബന്ധപ്പെട്ട് അനൂറിസം കാണാറുണ്ട്. അന്നേരം ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു അപ്രിയൻഷൻ ഉണ്ടാകും നമുക്കിത് വരുമോ ഇല്ലയോ എന്നുള്ളത്. അന്നേരം നമുക്ക് ഉദാഹരണത്തിന് തലവേദനയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തലവേദന, മൈഗ്രെയിനെ പോലെ തോന്നിക്കുന്ന തലവേദന ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ആൻജിയോഗ്രാം ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും. അതിന് പല രീതിയിലുണ്ട്. ഇൻവേസീവ് ആയിട്ടുള്ള മെത്തേഡുണ്ട്, നോൺ ഇൻവേസീവ് ആയിട്ടുള്ള മെത്തേഡ്. നോൺ ഇൻവേസീവ് CT ആൻജിയോഗ്രാമോ അല്ലെ MR ആൻജിയോഗ്രാം. പക്ഷേ രക്തക്കുഴലുകളുടെ അകത്തുള്ള പ്രോക്സിമലായിട്ടുള്ള രക്തക്കുഴലുകളുടെ തണ്ട് മാത്രമേ നമുക്ക് MR ആൻജിയോയിലും CT ആൻജിയോ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജിയോഗ്രാം DSA അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. അത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ചെറിയ രക്തക്കുഴലുകളുള്ള കുമിളകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഉണ്ടെങ്കിൽ. അന്നേരം ഇത്തരം പേഷ്യൻസിന് അങ്ങനെ ഒരു അപ്രിയൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിന് ഇവാലുവേഷന് വിധേയനാകേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ള ഒരു ഡിസീസ് രോഗാവസ്ഥയാണ് ഈ അന്യൂറിസ്മൽ ബ്ലീഡ് അല്ലെങ്കിൽ ഈ സബറക്നോൾ ഹെമറേജ്. അന്യൂറിസം ഉള്ള പേഷ്യൻറ്റിന് ചിലർക്ക് സെൻറ്റിനൽ ബ്ലീഡ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സെൻറ്റിനൽ ബ്ലീഡ് എന്ന് വെച്ചാൽ അന്യൂറിസം മേജർ ബ്ലീഡ് ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മൈനർ ബ്ലീഡ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് തലവേദന ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള റിലേറ്റീവ്സിനോട് ചെറിയ തലവേദന ഉണ്ടെങ്കിൽ തന്നെ അത് തീർച്ചയായിട്ടും വന്നൊരു ഡോക്ടറിനെ കാണണമെന്നും അതിൻ്റെ വേണ്ട ടെസ്റ്റുകളും ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക്. സെൻറ്റിനൽ ബ്ലീഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബിജു പറഞ്ഞ കണക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയാണ്. പല പേഷ്യൻസും നമുക്ക് അതിശക്തമായിട്ടുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് അഥവാ പൊട്ടിത്തെറിക്കുന്ന നടക്കുള്ള ലൈഫിലെ ഏറ്റവും വലിയ തലവേദനയായിട്ട് വരുന്നു. പക്ഷേ പല ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അന്നേരം ചിലപ്പം ചെറിയ ബ്ലബുകൾ അന്യൂറിസത്തിൽ തൊട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചീറ്റും ഒന്ന് ചെറിയ രീതിയിൽ ലീക്ക് ചെയ്യുന്നത് പോലെയാണ്. സബറക്നോൾ സ്പേസിലേക്ക് ഒരു തുള്ളി രക്തം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിശക്തമായ തലവേദന വരും. അത് മൊത്തമായിട്ട് അത് അന്യൂറിസം പൊട്ടണമെന്നില്ല. അന്നേരം സെൻറ്റിനൽ ബ്ലീഡ് ഒരു വാർണിംഗ് സൈനാണ്, നമുക്കുള്ള ഒരു വാർണിംഗ് ആണ്, ദൈവത്തിൻ്റെ ഒരു വാർണിംഗ് ആണ് ഈ സെൻറ്റിനൽ ബ്ലീഡ്. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്തുകയും അതിന് സമയോചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്യും. രണ്ട് തരത്തിലുള്ള ചികിത്സയാണ് അന്യൂറിസത്തിനുള്ളത്. ഒന്ന് ഡോക്ടർ സജീഷ് പറഞ്ഞതുപോലെ എൻഡോവാസ്കുലർ തെറാപ്പിയാണ്. അത് നമ്മൾ തലയോട്ടി തുറക്കാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. രണ്ടാമത് ഓപ്പൺ സർജിക്കൽ ക്ലിപ്പിംഗ് എന്ന് പറയും. അത് തലയോട്ടി തുറന്നിട്ട് രക്തക്കുഴലുകൾ ഡിസെക്റ്റ് ചെയ്ത് അതിൻ്റെ അടുത്ത് ചെന്ന് കുമിളകൾ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിൽ ചെറിയ ക്ലിപ്പുകൾ അപ്ലൈ ചെയ്ത് അതിനെ ഒക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓപ്പൺ ക്ലിപ്പിംഗ് ആകുമ്പോൾ കുറച്ചുകൂടെ മോർബിഡാണ്. തലയോട്ടി തുറക്കണം, പേഷ്യൻറ്റിന് അതുമായിട്ട് അനുബന്ധിച്ച് കുറച്ച് കൂടുതൽ ദിവസം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരാം, മുറിവിൻ്റെ വേദന കാണാം, മറ്റേതിന് ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം, അതായത് ഡോക്ടർ സജീഷിനെ പോലുള്ള എൻഡോവാസ്കുലർ തെറാപ്പി എക്സ്പേർട്ടും എന്നെയോ ഹരിയോ പോലുള്ള ന്യൂറോ സർജറി ടീമും ഉള്ള ഒരു ടീമിലാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഈ രോഗിക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഞങ്ങൾ നിർണ്ണയിക്കും. അത് നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളെ നോക്കിയിട്ടാണ്. ഒന്ന്, അന്യൂറിസത്തിൻ്റെ ലൊക്കേഷൻ, എസ്പെഷ്യലി നമ്മുടെ തലച്ചോറിൻ്റെ പുറകിലുള്ള അന്യൂറിസംസ് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് അത് കോയിലിംഗ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്, ഉദാഹരണത്തിന് നമ്മുടെ തലച്ചോറിൻ്റെ പുറകിലുള്ള അന്യൂറിസംസ് നമ്മൾ ഏറ്റവും നല്ലത് എൻഡോവാസ്കുലർ കോയിലിംഗ് ആണ്, ഓപ്പൺ ക്ലിപ്പിങ്ങിനേക്കാളും നല്ലത്. ചിലപ്പോൾ വലിയ ഒരു അന്യൂറിസത്തിന് എൻഡോവാസ്കുലർ കോയിലിംഗ് ആയിരിക്കും നല്ലത്. ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമുള്ള ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു അന്യൂറിസം വന്നു കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഡോക്ടർ ബിജി, പലപ്പോഴും പല പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ഒരു ബന്ധുവിനോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഉത്തമ സുഹൃത്തിനോ കുറേ നാൾ തലവേദന ഉണ്ടായിരുന്നു, എന്നിട്ട് അവരിങ്ങനെ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിച്ചുകൊണ്ടിരുന്നു, പിന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് ബ്രെയിൻ ട്യൂമർ കണ്ടുപിടിച്ചത്. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സയൻസ് ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാക്ടീസിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു തലവേദനയുള്ളൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നാൽ ഞാനൊരു CT സ്കാൻ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും മടിക്കില്ല. കാരണം കേവലം 3000 അല്ലെങ്കിൽ 4000 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി പോലും വെക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഈസിലി അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഒരുപാട് സെൻറ്റേഴ്സിൽ CT സ്കാൻ അവൈലബിൾ ആണ്.
അപ്പോൾ ഏറ്റവും എളുപ്പം CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ ഒരു ട്യൂമറില്ല അല്ലെങ്കിൽ മേജർ ഒരു അസുഖമില്ല എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റും. ഞാനത് ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡയഗ്നോസിസിന് വേണ്ടി. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ വരെ ചെയ്യും. കാര്യം ഇതൊരു ക്ലാസിക്കലായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാക്ടീസിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ഒരു ക്ലിനിക്കൽ സിനേറിയോ ആണ്. പേഷ്യൻ്റ് വരുന്നു, കുറേ നാളായി തലവേദനയായിട്ട് ഞങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അന്ന് സ്കാനൊന്നും എടുത്തില്ല, ഇപ്പോൾ സ്കാൻ എടുത്തപ്പോൾ ഒരു ബ്രെയിൻ ട്യൂമർ കണ്ടു. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഐ ഓൾവേസ് ട്രൈ ടു ഡു എ സ്കാൻ ഇഫ് ഐ ഹാവ് എനി ഡൗട്ട്. സ്ലൈറ്റസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ വരെ ഞാനൊരു സ്കാൻ എടുക്കും. എനിക്കൊന്നും അത് എല്ലാ ക്ലിനീഷ്യൻസും അത് ഒരു മടിയും കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഏറ്റവും ജനങ്ങളെ ഭയാചകിതരാക്കുന്ന ഒരു കണ്ടീഷനാണ് ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലുള്ള ട്യൂമറുകൾ. കാരണം ഈ പറഞ്ഞ കണക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കേട്ടറിവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വന്നു കഴിഞ്ഞാലോ ഒരു മൈഗ്രെയിൻ തലവേദന ആണെങ്കിൽ പോലും ആൾക്കാർക്ക് എപ്പോഴും സംശയം ഉണ്ടാകും, അത് ട്യൂമറാണോ എന്നുള്ള സംശയം. അന്നേരം ഒന്ന് സംശയ നിവാരണം, പേഷ്യൻറ്റിൻ്റെ സംശയ നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇമേജിങ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നീടൊരവസ്ഥയിൽ ചിലപ്പോൾ നമുക്കറിയാനൊക്കത്തില്ല, എല്ലാം നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷനിൽ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത്തരം അവസരങ്ങളിലാണ് നമ്മൾ ഇമേജിങ്ങിൻ്റെ സഹായം തേടുന്നത്. അന്നേരം ഈ ഒരു സംശയ നിവാരണം നടത്തുന്നതിനായിട്ട് ഫസ്റ്റ് ഇത് ചെയ്യുക. 2, നമ്മളിത് ചെയ്യുമ്പം ഒരു ട്യൂമർ കണ്ടു, അത് ഒന്നുകിൽ മാലിന്യം എന്ന് വെച്ചാൽ അപകടകാരിയായിട്ടുള്ള ട്യൂമറാകാം, അല്ലെങ്കിൽ അപകടം അധികം വിതയ്ക്കാത്ത ട്യൂമറാകാം, അല്ലെങ്കിൽ ഇൻസിഡൻ്റലായിട്ടുള്ള ഒരു ഫൈൻഡിങ് ആകാം. അന്നേരം അതിനെ മനസ്സിലാക്കി അതിനെ പീരിയോഡിക്കായിട്ട് ഒബ്സർവ് ചെയ്യാനോ അതിൽ പിന്നീടുള്ള തുടർ ചികിത്സകൾ നമുക്ക് പ്ലാൻ ചെയ്യാനോ ഈ രോഗത്തെ മുളയിലെ നമുക്ക് നുള്ളാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങളുള്ള സമയങ്ങളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സ്കാനിങ്ങിലേക്ക് നീങ്ങുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഡോക്ടർ സജേഷ്, നമ്മൾ ഈ പലപ്പോഴും പല പേഷ്യൻറ്റും പലയിടത്തും പോയി ചികിത്സ തേടിയിട്ട് സ്കാൻ, MRI, CT എല്ലാം നോർമലാണ്, പക്ഷേ അവർ തലവേദന മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറുന്നില്ല. അങ്ങനെയുള്ള ചില പേഷ്യൻറ്റുകളിൽ താങ്കൾ വേറെ എന്തൊക്കെയാണ് താങ്കൾ ചിന്തിക്കുക? ഇത്തരം പേഷ്യൻസ് നമ്മളെ സമീപിക്കുമ്പം അവർ പല തരം ട്രീറ്റ്മെൻറ്റുകൾക്കും വിധേയരായതിന് ശേഷമായിരിക്കും വരുന്നത്. പല ഡോക്ടർമാരെ കണ്ടതിന് ശേഷവും സ്കാനുകൾ പലതും MRI, CT മുതലായ ചെയ്തതിന് ശേഷവും അത് നോർമൽ റിസൾട്ടുമായിട്ട് വരുന്ന 2 രീതിയിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ ഒരു പുനരവലോകനം, എന്തായിരിക്കും ഈ തലവേദനയ്ക്ക് കാരണം. 2, ഈ റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്ന CTയും MRIയും നോർമൽ എന്ന് എഴുതിയിരിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മൾ പുനരവലോകനത്തിലൂടെ അത് നോർമൽ തന്നെ ആണോ എന്ന് സ്ഥിരീകരിക്കുക. ഇതാണ് നമുക്ക് ആദ്യമായി ചെയ്യാനുള്ളത്. അതിനാൽ ഏത് തരം തലവേദന എന്നനുസരിച്ചിരിക്കും നമ്മളുടെ അവലോകനത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു 30 വയസ്സ് പ്രായമുള്ള വളരെ തടി കൂടിയ ഒരു സ്ത്രീ തുടർച്ചയായിട്ടുള്ള തലവേദന പല ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയമായി പക്ഷേ മാറുന്നില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ വളരെ ഏറെ ചിന്തിക്കേണ്ട ഒരു കണ്ടീഷനാണ് ഇഡിയോപ്പതിക് ഇൻട്രാക്രനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ തലച്ചോറിലെ സമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ്. അന്നേരം ഈ ഒരവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ MRIയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇമേജുകളിലോ ഇത് തെളിഞ്ഞ് വരുന്നു വരില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മുടെ LP ലംബാർ പങ്ക്ചർ ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് പ്രഷർ, അതായത് CSFൻ്റെ പ്രഷർ മോണിറ്റർ ഇതിന് പ്രത്യേക ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയക്ക് മുകളിൽ പോയി കഴിഞ്ഞാണ് നമുക്ക് ഈ ഡയഗ്നോസിലേക്ക് എത്താൻ കഴിയുന്നത്. കൂടാതെ നമ്മൾ ഇമേജസ് പുനരവലോകനം ചെയ്യുമ്പം ഇതിന് ആസ്പദമായിട്ടുള്ള ചില ഫൈൻഡിങ്സ് നമുക്ക് കണ്ടെത്തിയതെന്നും വരാം. നോർമൽ എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്കാനിൽ പോലും ചിലപ്പോൾ തെളിവുകൾ ഉണ്ടായിരുന്നിരിക്കാം. അന്നേരം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. പ്രത്യേകിച്ച് ഇതിപ്പോൾ സമൂഹത്തിൽ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതലായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഇഡിയോപ്പതിക് ഇൻട്രാക്രനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ അവസ്ഥ. ഈ രോഗാവസ്ഥ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാഴ്ചയെ വളരെ പതുക്കെ നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ. പ്രത്യേകിച്ചും നമ്മുടെ കാഴ്ച ദൃശ്യ പരിധിയുടെ പുറവശമായിരിക്കും ആദ്യം ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പതുക്കെ നമ്മുടെ ചുരുക്കം, ദൃശ്യപരിധിക്ക് ചുരുക്കം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ഇഡിയോപ്പതിക് ഇൻട്രാക്രനിയൽ ഹൈപ്പർ ടെൻഷൻ. അന്നേരം നമ്മുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിനെ തന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ സുഖമാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാഴ്ച. അതിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്തി അതിനൊരു ചികിത്സ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശരിയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനാണ്. കാര്യം MRI സ്കാൻ നോർമലാണ്, പേഷ്യൻ്റെ തലവേദന മാറാതെ നിൽക്കുന്നു. പെണ്ണുങ്ങളിലാണ് ഇത് സാധാരണ ഈ അസുഖം കാണാറുള്ളത്. എസ്പെഷ്യലി ഈ പ്രസവ രക്ഷയ്ക്ക് കഴിക്കുന്ന ഗുളികകൾ കഴിക്കുന്നവർക്കും ഇത് വരാമെന്ന് പറയുന്നത് ശരിയാണോ? വളരെ ശരിയായ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതുപോലെ നമ്മൾ ഇപ്പോൾ അടുത്ത സമയത്ത് നമ്മൾ വളരെയേറെ കണ്ടുവരികയാണ് ഈ വിറ്റാമിൻ ഡിയുടെ അമിത ഉപയോഗം.
വിറ്റാമിൻ ഡി ടോക്സിസിറ്റിയിൽ നമ്മുടെ തലച്ചോറിലുള്ള പ്രഷർ വർദ്ധിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ വിറ്റാമിൻ എ, ഈ റെറ്റിനോയിക് ആസിഡ് അങ്ങനെയുള്ള ഈ സ്കിന്നിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിറ്റാമിൻ എ കലർന്ന മരുന്നുകൾ, കൂടാതെ ഈ പഴകിയ ചില ആൻറ്റിബയോട്ടിക് ടെട്രാസൈക്കിളിന് ഉപയോഗിക്കാതിരുന്നതിന് ശേഷം ഉപയോഗിക്കുന്നത്, ഇത്തരം കണ്ടീഷൻസിൽ അത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയായി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇഡിയോപ്പതിക് ഇൻട്രാക്രൈനൽ ഹൈപ്പർടെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊന്ന് ബ്രീഫായിട്ട് പറയാം. നമ്മൾ ഈ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൂടുതലും കാണുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള യങ്ങായിട്ടുള്ള 30s ഉള്ള ഫീമെയിൽസാണ്, ഒബീസ് ഫീമെയിൽസിലാണ്. അന്നേരം ഒബിസിറ്റി ഇതിൻ്റെ ഒരു വളരെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അന്നേരം നമ്മൾ വെയിറ്റ് റിഡക്ഷൻ വളരെ അത്യന്താപേക്ഷിത ഒരു കാര്യമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. കൂടാതെ തലച്ചോറിലുള്ള പ്രഷർ കുറയ്ക്കുന്ന ചില മരുന്നുകൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. കൂടാതെ കാഴ്ച നിലനിർത്താൻ വേണ്ടി നമ്മൾ ഒപ്റ്റിക് നെർവ്, രണ്ടാമത്തെ കാഴ്ചയുടെ നെർവായ ഒപ്റ്റിക് നെർവിന് ചുറ്റുമുള്ള ഷീത്ത്, ഒപ്റ്റിക് നെർവ് ഫെനസ്ട്രേഷൻ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ പല സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. കൂടാതെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കേസുകളിൽ നമുക്കിതിനെ ഷണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. വെൻട്രിക്കുലർ പെരിറ്റോണിയൽ ഷണ്ട് അല്ലെങ്കിൽ തീക്കോപെരിറ്റോണിയൽ ഷണ്ട് മുതലായ ശസ്ത്രക്രിയയിലൂടെയും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, ആ ഒരു സിറ്റുവേഷനിലാണ് ന്യൂറോ സർജൻ്റെ അടുത്ത് ഈ പേഷ്യൻസ് വരാറുള്ളത്. അപ്പോൾ തലച്ചോറിനുള്ളിലുള്ള വെൻട്രിക്കിൾസ്, അതായത് CSF അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വയറ്റിലോട്ട് ഒരു ട്യൂബ് ഇടുക, തൊലിയുടെ അടിയിലൂടെ വയറ്റിലോട്ട് ട്യൂബ് ഇടുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഇതിന് ചെയ്യാറുള്ളത്. പലരും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, ഞാൻ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിച്ചു, തലവേദനയ്ക്കുള്ള മരുന്ന് മേടിച്ച് ഇത്രയും നാളും കഴിച്ചു എന്നും പറഞ്ഞ് വരാറുണ്ട്. ഇതിനെപ്പറ്റി എന്താ ഡോക്ടർ സജീഷിന് പറയാറുള്ളത്? അത് ശരിയായിട്ടുള്ളൊരു പ്രവണത അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ, വാട്ട് ഇസ് യുവർ തോട്ട് ഓൺ? സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് സ്വയം ചികിത്സയ്ക്ക് വിധേയനാകുക. എന്നിട്ട് അതാണ് ഒരു തലവേദന വന്ന ഉൾപ്പെടുന്നതിനെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഓവർ ദ കൗണ്ടർ വേദന സംഹാരികൾ വാങ്ങിച്ച് കഴിക്കുക. ഇതിന് പല തലങ്ങളുണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കപ്പെടാനൊക്കുന്ന ഒരവസ്ഥ അത് നീട്ടിവെക്കുകയാണ്. നമ്മൾ ഇന്ന് കണ്ടുപിടിക്കേണ്ട സാധനം ഒരു വർഷത്തിന് ശേഷം കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുന്നവരാകും. നമ്മൾ സ്വയം കുഴിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഈ സ്വയം ചികിത്സ നടത്തുന്നത്. ഇത്തരം മരുന്നുകൾ പലപ്പോഴും നമ്മളുടെ കുടലിനെയും അല്ലെങ്കിൽ ആമാശയത്തെ ബാധിക്കുകയും അൾസറുകൾ ഡെവലപ്പ് ചെയ്യും, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ബ്ലഡ് ലോസ് വരുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കിഡ്നിയെ, നമ്മുടെ വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അനാൾജസിക് നെഫ്രോപ്പതി ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ ഇതിനെ വഴിതെളിക്കാൻ കാരണമാകുന്നതാണ്. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വയം ചികിത്സയ്ക്ക് വിധേയനാകുന്ന ഈ അവസ്ഥ. വളരെയേറെ ഗഹനമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു തലവേദനയെപ്പറ്റി. ഏകദേശം 40% ആൾക്കാർക്ക് അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ തലവേദന പല രൂപത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് മൈഗ്രെയിൻ ഹെഡേക്ക്. അന്നേരം തലവേദനയെ ബേസിക്കലി നമുക്ക് 2 തരത്തിൽ വേർതിരിക്കാം. ഒന്ന് പ്രൈമറി ഹെഡേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാരണങ്ങളില്ലാത്ത, ടെസ്റ്റുകളിലൊന്നും തെളിയാത്ത രീതിയിലുള്ള മൈഗ്രെയിൻ, ക്ലസ്റ്റർ ഹെഡേക്ക്, അതിനോട് അനുബന്ധിച്ചുള്ള തലവേദനകളാണ് ഈ പ്രൈമറി ഹെഡേക്സ്. സെക്കൻഡറി ഹെഡേക്ക് ഒരു കാരണം മൂലം ഉണ്ടാകുന്ന തലവേദന, അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. സബറക്ടോൺ ഹെമറേജ് എന്ന് വെച്ചാൽ അനൂറിസം റപ്ചർ ചെയ്തിട്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ്. അതുപോലെ നമ്മൾ പ്രതിപാദിക്കാത്തൊരു കാരണമാണ് ക്രോണിക് മെനിഞ്ചൈറ്റിസ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ഉണ്ടായിരുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന രോഗാവസ്ഥയാണ് ട്യൂബർക്ലോസിസ്, TB. അത് തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ട്യൂബർക്ലോസ് മെനിഞ്ചൈറ്റിസ്. അത് ചിലപ്പോൾ 2-3 മാസം നീണ്ടു നിൽക്കുന്ന ചെറിയ രീതിയിലുള്ള തലവേദന കൂടി വരുന്ന ഒരു അവസ്ഥയാണത്. അന്നേരം അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളത് തെളിയിക്കേണ്ടിയിരിക്കുന്നു ക്രോണിക് മെനിഞ്ചൈറ്റിസ്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഡീഹൈഡ്രേഷൻ, ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥ, ചില സ്ത്രീകളിൽ നമ്മൾ ഈ പ്രസവത്തിന് ശേഷമുള്ള അവസ്ഥ, അങ്ങനെയുള്ള കണ്ടീഷൻസിലെ ഇൻഫെക്ഷൻ മൂലവും ജലാംശം നഷ്ടപ്പെടുന്ന സെറിബ്രൽ വീനസ് സൈനസ് ട്രോംബോസിസ്. ഇതും വളരെ നാഗിങ് ആയിട്ട് വളരെ പതുക്കെ നിലനിൽക്കുന്ന, കുറേ ദിവസം നിലനിൽക്കുകയും നമ്മളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും കാഴ്ചയെ ബാധിക്കുകയൊക്കെ ചെയ്യുന്ന വീനസ് സൈനസ് ട്രോംബോസിസ്. അന്നേരം ഇത് കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെക്കൻഡറി ഹെഡേക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നേരം ഇത് കാരണങ്ങൾ കണ്ടെത്തുക, അനുയോജ്യമായ ചികിത്സകൾ ഏർപ്പെടുക എന്നുള്ളതാണ്. അന്നേരം തലവേദന എന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പല കാരണങ്ങൾ മൂലം വരാം. ഇത് കാരണത്തെ വേർതിരിച്ചു കണ്ട് തടയാനുള്ള മരുന്നും വന്നാൽ മാറ്റാനുള്ള മരുന്നും, ഉദാഹരണത്തിന് മൈഗ്രെയിൻ്റെ കേസിൽ, പിന്നെ കാരണങ്ങൾ കണ്ടെത്തി അനുയോജ്യമായ ചികിത്സകൾ, ക്രോണിക് മെനിഞ്ചൈറ്റിസ്, അതുപോലെ തന്നെ പെട്ടെന്നുള്ള മെനിഞ്ചൈറ്റിസ്, അക്യൂട്ട് മെനിഞ്ചൈറ്റിസ്, അങ്ങനെ വൈറൽ മെനിഞ്ചൈറ്റിസ്, വീനസ് സൈനസ് ട്രോംബോസിസ്, വളരെ നീണ്ട ലിസ്റ്റാണ് ഈ തലവേദനയ്ക്കുള്ളത്. അന്നേരം വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുക, അനുയോജ്യമായിട്ടുള്ള ചികിത്സാ വിധികൾ തേടുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള നമുക്ക് പറയാനുള്ളത്.